ഈ അടുത്തൊരു സമ്മേളനത്തിൽ ഉള്ളം കയ്യിൽ ലോകമുണ്ട്, നമുക്കതിന് ഒരു വർഷം കടമുണ്ട് KSRTC മാത്രമായിട്ട്. മിനിമം സ്കൂട്ടറിന് ഒരു 10% വില ഇവർ കൂട്ടുകയും ചെയ്തു. നമുക്ക് നോക്കാം. കർണാടകയിൽ ഈ ഒരു സംഭവം വന്നതിന് ശേഷം 5900 കോടിയാണ് കടം വന്നിട്ടുള്ളത്. ഈ അടുത്തൊരു സമ്മേളനത്തിൽ ഒരു UDF നേതാവിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ദിരാ ഗ്യാരണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ KSRTC പൂട്ടി പോകത്തില്ലേ, KSRTCക്ക് നഷ്ടം വരത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് കർണാടകത്തിൽ ശക്തി സ്കീം ഞങ്ങൾ ഇതാക്കിയതാണ്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി, ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന്. ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥലം ഒന്ന് കർണാടക, നടപ്പിലാക്കി. അവിടെ തെലങ്കാന പ്രഖ്യാപിച്ചു, നടപ്പിലാക്കി. ഹിമാചൽ പ്രദേശ് പറഞ്ഞു, നടപ്പിലാക്കി. എന്റെ പ്രിയ എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഈ ഉള്ളം കയ്യിൽ ലോകമുണ്ട്, നമുക്ക് അത് എന്ത് വേണേലും ഇപ്പൊ നോക്കാനുള്ളൊരു ഇത് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പൊ നമുക്ക് കർണാടകത്തിലെ അവസ്ഥ നമുക്ക് നോക്കാം. കർണാടകയിൽ ഈ ഒരു സംഭവം വന്നതിന് ശേഷം 5900 കോടിയാണ് കടം വന്നിട്ടുള്ളത്. അതും പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാണ്ട്. മാത്രമല്ല, ഈ ശക്തി സ്കീമിന്റെ പേരിൽ 25% ആൾക്കാർ, അങ്ങനെ സ്ത്രീകൾ ബസ് ഉപയോഗിക്കുകയും ലോക്കൽ റൂട്ടിൽ പുതിയ ബസ് ഇടുകയും ചെയ്യേണ്ടി വന്നു. അതും 4, 5, 6 ഡെയിലി യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. അപ്പോഴും അതവിടെ കൂടി. ഇതേ തുടർന്ന് പ്രൈവറ്റ് ബസ്സുകാർ അവിടെ നിർത്തേണ്ടയും കാര്യം വന്നു. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് സൗജന്യവും ഭർത്താവിന് 2 ഇരട്ടി പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നു. മാത്രമല്ല, 15% KSRTCയുടെ ഫെയർ, ബസ് ഫെയർ കൂട്ടുകയും ചെയ്തു. ഇത് മാത്രമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഓട്ടോറിക്ഷക്കാർ എത്രയാ 20 to 40% വരെ അവർക്ക് അവരുടെ ഇത് നഷ്ടമായി. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നഷ്ടമായി. 5300 കോടിയോളം ഇവർക്ക് ഒരു വർഷം കടമുണ്ട് KSRTC മാത്രമായിട്ട്. മാത്രമല്ല, 4500 കോടി രൂപ സ്റ്റാഫിന് കൊടുക്കാൻ പെൻഡിങ് ആണ്. ഇനി സാധാരണക്കാരുടെ പ്രൈവറ്റ് ബസ്സുകാർ, സംരംഭക്കാരൻ ഇത് നോക്കാം. നമുക്ക് ഏകദേശം 100ഓളം ബസ്സുകൾ പൂട്ടിപ്പോയി കർണാടകയിൽ. സാധാരണക്കാരൻ ബസ് മേടിച്ച് നടത്തുന്ന 100ഓളം ബസ്സുകൾ പൂട്ടിപ്പോയി. മാത്രമല്ല, ഈ 15% ഹൈക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒറ്റയടിക്കാണ് ഹൈക്ക് വന്നത്. ഇത് അവിടുത്തെ ആൾക്കാരുടെ ഒരാണിന്റെ ഒരു ജോലിയുള്ള ഒരു സാധാരണക്കാരൻ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു പുരുഷന് താങ്ങാനും അപ്പുറമാണ്. ഇതേ തുടർന്ന് മദ്യത്തിന്റെ വില, ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില വരെ അവർ ഉയർത്തുകയുണ്ടായി. ഇലക്ട്രിക് സ്കൂട്ടർ വില ഏകദേശം 10%, മിനിമം സ്കൂട്ടറിന് പോലും 10% വില ഇവർ കൂട്ടുകയും ചെയ്തു. ഒരു സാധാരണക്കാരൻ, ഒരു ഓട്ടോറിക്ഷ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ് തൊഴിലാളി, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന്റെ ഒരു മുതലാളി, അല്ലെങ്കിൽ വേണ്ട ബുദ്ധിയുള്ള സ്ത്രീകൾ, നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഒന്ന് ഓർത്ത് വയ്ക്കും, ഒരു സ്ത്രീക്ക് സൗജന്യമാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീന്റെ ഭർത്താവ് 2 ഇരട്ടി പൈസ കൊടുത്ത് KSRTC പോവുകയാണ് കർണാടകയിൽ. അപ്പോൾ ആ കുടുംബത്തിന് ഇൻകം കുറയുന്ന, ആ സ്ത്രീ പണിക്ക് പോകുന്നില്ല, ഭർത്താവ് സാധാരണക്കാരനാ, പുള്ളിയെ പണിക്ക് പോകുന്നെങ്കിൽ പുള്ളി വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ചെലവായിട്ട് കൊണ്ടുവരുന്നതിന്റെ 15% മേളിൽ പുള്ളി ഇപ്പോൾ കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും ഗുണമാണോ? നിങ്ങൾ പറ. അതിലും ഭേദം വേറെ പല സ്കീംസും ഉണ്ട്. വേറെ രാജ്യങ്ങൾ എടുത്തിട്ടാണോ നിങ്ങളിത് പറയുന്നത്? ലക്സംബർഗും മാൾട്ടയും പോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ അവരുടെ മെയിൻ ഇൻകം ഇതല്ല. അവർക്ക് അതിന് പകരം വേറെ എക്സ്പോർട്ടിംഗ് ട്രേഡൊക്കെ ഉണ്ട്, മനസ്സിലായോ? അവർക്ക് അതാണ് ഇൻകം. അതുകൊണ്ട് അവർക്ക് ഇത് ടാലിയാക്കി പോവാം. അവർക്ക് ഇതൊരു വലിയ ഇതല്ല, ഇതിൽ നിന്നുള്ള പൈസ വലിയ ഇതല്ല. മാത്രമല്ല, കർണാടകയിൽ ഇതൊരു വലിയ ഇക്വാലിറ്റി ഡിബേറ്റിനും കൂടെ കാരണമായി. 20 ആണുങ്ങൾ ബസ്സിൽ പൈസ കൊടുത്ത് മുമ്പത്തേക്കാളും ഇരട്ടി പൈസ കൊടുത്ത് 15% കൂടുതൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ 30 സ്ത്രീകൾ സൗജന്യമായി ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. അത് ഇക്വാലിറ്റിയുടെ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഡിബേറ്റ് വരെ ഉണ്ടായി. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇന്ദിരാ ഗ്യാരണ്ടി നിങ്ങൾ നടപ്പിലാക്കിയോ? പക്ഷേ സാധാരണക്കാരുടെ ഹെൽത്തിനും വെൽത്തിനും ഫ്യൂച്ചറിലോട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും നിങ്ങൾ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും കൂടെ തരണം. ഇല്ലെങ്കിൽ കേരളം കടലിൽ